Next we discuss the boundary conditions. Boundary conditions എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബൗണ്ടറിയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂസ് ഡിഫറെൻറ്റ് കമ്പോണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ നിങ്ങൾ മുന്നേ ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമിലർ വേയിലാണ് മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസും ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഈ മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് ആവശ്യമുള്ളത് എന്താണ്? ഇൻ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് ആവശ്യമുള്ളത്. മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റ് ചെയ്തിരിക്കുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0യും ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0j എന്നുള്ള ഇക്വേഷൻ. പക്ഷേ ആ ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ മീനിങ്, ഫിസിക്കൽ മീനിങ് എന്താണ്? മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നൗ എങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ, ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഒരു സർഫസ് കറണ്ട് കൺസിഡർ ചെയ്യാം. ഈ ഫിഗറിൽ ഞാൻ സർഫസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡയറക്ഷനിലാണ് സർഫസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു ഡയറക്ഷൻ വൈ ഡയറക്ഷനാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ വൈ ഡയറക്ഷനിലാണ് സർഫസ് കറണ്ട് ഡെൻസിറ്റി ഉള്ളത്. അവിടെ നമ്മൾ ഒരു വേഫർ തിൻ പിൽ ബോക്സ് കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു മാച്ച് ബോക്സിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോക്സ് അതിൻ്റെ ഷീറ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹാഫ് സൈഡ് പുറത്തോട്ടും ഹാഫ് സൈഡ് താഴത്തോട്ടും. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റ് പോകുന്നത് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്ററിലൂടെയാണ്. ഓക്കെ, അതിൻ്റെ ഈ ഒരു സർഫസ്, അപ്പർ സർഫസിൻ്റെ ഏരിയ എ ആയിട്ട് എടുക്കാം. ലോവർ സർഫസിൻ്റെ ഏരിയ സെയിം ആയിരിക്കും, എ ആയിരിക്കും. സൈഡ് സർഫസിൻ്റെ ഏരിയ വളരെ കുറവായിരിക്കും. കാര്യം ഇതിൻ്റെ പിൽ ബോക്സിൻ്റെ തിക്നെസ് നമ്മൾ വളരെ ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിന് നോർമലായിട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ അപ്പർ സർഫസിൻ്റെ ഏരിയ ഡയറക്ഷൻ മേലോട്ടായിരിക്കും. ഓക്കെ, അതുപോലെ ലോവർ സർഫസിൻ്റെ ഏരിയ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. സൈഡ് സർഫസിൻ്റെ സൈഡിലോട്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. ഓക്കെ, നൗ ഈ പിൽ ബോക്സിന് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബി ഡോട്ട് ഡി എ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മേലത്തെ സർഫസിൽ ഇൻ്റഗ്രൽ ബി പെർപെൻഡിക്കുലർ അബോവ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മാത്രമാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് മേലോട്ടുള്ള കമ്പോണൻറ്റ് ബിയുടെ, ബി ഏതോ ഒരു ജനറൽ ഡയറക്ഷനിലാണ്, പക്ഷേ അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുക. അതുപോലെ താഴെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മേലോട്ടായിട്ട് എടുക്കുക. ഓക്കെ, ബി പെർപെൻഡിക്കുലർ ബിലോ. ഓക്കെ, നൗ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പർ സർഫസിൽ എന്ത് വരും? ബി പെർപെൻഡിക്കുലർ എബവ്, അതാണ് മേലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയം ഡി എ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ തീറ്റ ഏതാണ്? ബിയുടെയും ഏരിയ വെക്ടറിനും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഏരിയ വെക്ടർ മേലോട്ടാണ്, ബി പെർപെൻഡിക്കുലർ അബവ് മേലോട്ടാണ്. അപ്പോൾ അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ 0 ആയിരിക്കും. അതുപോലെ താഴത്തെ സർഫസിൽ എന്ത് വരും? ബി പെർപെൻഡിക്കുലർ ബിലോ ഇൻറ്റു ഡി എ കോസ് 90. കാര്യം കോസ് 180 ഡിഗ്രി. 180 ഡിഗ്രി വരാൻ കാര്യം സർഫസ് ഏരിയ വെക്ടർ താഴത്തോട്ടായിരിക്കും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മേലോട്ടാണ്. ഓക്കെ, അപ്പോൾ അവയ്ക്കിടയ്ക്ക് 180 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 180 ഡിഗ്രി എന്ന് കൊടുത്തു. പ്ലസ് ഈ സൈഡ് സർഫസ് എല്ലാം കൂടി ഞാൻ ഇങ്ങനെ ഒന്നിച്ചെഴുതി. അപ്പോൾ ബി ഡി എ കോസ്. പക്ഷേ ഈ സൈഡ് സർഫസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ബി മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും മേലോട്ടാണ്. അപ്പോൾ സർഫസ് ഏരിയ എപ്പോഴും ഈ സൈഡ് സർഫസിനൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പം
എല്ലായ്പ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏരിയ, സൈഡ് സർഫസിൻ്റെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഏത് സർഫസ് എടുത്താലും ആ സർഫസ് ഏരിയയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് എല്ലാ സർഫസിനും ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി കോസ് 0 എന്ന് പറഞ്ഞാൽ +1 ആണ്, കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്, കോസ് 90 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം പോയി. അപ്പോൾ അപ്പർ ടേമും ലോവർ ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പർ ടേമിൽ നമ്മൾ ഈ ബി പെർപെൻഡിക്കുലർ എബോ പുറത്തെടുക്കുക, അതുപോലെ ലോവർ ടേമിൽ ബി പെർപെൻഡിക്കുലർ ബിലോ പുറത്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇൻ്റഗ്രൽ ഡി എ എന്ന് വരും, ഈക്വൽ ടു 0. ഇൻ്റഗ്രൽ ഡി എ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സർഫസിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ഏരിയ വേണമെങ്കിൽ എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എ കൊണ്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബി പെർപെൻഡിക്കുലർ എബോവ് മൈനസ് ബി പെർപെൻഡിക്കുലർ ബിലോ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് മീൻസ് ബി പെർപെൻഡിക്കുലർ എബോവ് ഈക്വൽ ടു ബി പെർപെൻഡിക്കുലർ ബിലോ. അതായത് നോർമൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൻ്റെ തൊട്ട് മേലെയുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡും തൊട്ട് താഴെയുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡും സെയിം ആയിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. കണ്ടിന്യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇതൊരു ബൗണ്ടറി കണ്ടീഷനാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാരലൽ കമ്പോണൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0J, അതാണ് ആംബിയേഴ്സ് ലോ. ആംബിയേഴ്സ് ലോയുടെ ഇൻ്റഗ്രൽ ഫോമാണ്. ഓക്കെ, ഇൻ്റഗ്രൽ ഫോം എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0J എന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് വരും. ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ആണ് വരുന്നത്, ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0Jക്ക് പകരം നമ്മൾ എന്താണ് ഐ എൻക്ലോസ്ഡ് എന്നാണ് വരേണ്ടത്, അല്ല μ0 ഐ എൻക്ലോസ്ഡ് എന്നാണ് വരേണ്ടത്. ഇൻ്റഗ്രൽ ഫോം വരുമ്പോൾ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ എൻക്ലോസ്ഡ് എന്ന് വരും. ഓക്കെ, നൗ ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഷീറ്റിൻ്റെ ഫ്ലോ ഉണ്ട്, വൈ ആക്സിസിലൂടെ ആണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അവിടെ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് പിൽ ബോക്സ് വിൽ ബി കൺസിഡറിങ് എ ആംപീരിയൻ ലൂപ്പ്. ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് L, അത് പകുതി ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലൂടെയാണ് ഷീറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തിക്നെസ് വളരെ ചെറുതായിട്ട് എടുക്കുക. ഓക്കെ, ഇനി പാരലൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാരലൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ അപ്പർ സർഫസിൽ ഈ ഡയറക്ഷനിൽ, ലോവർ സർഫസിൽ അതേ ഡയറക്ഷൻ ബി പാരലൽ ബിലോ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ആംബിയൻ ലൂപ്പിന് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ആംബിയസ് ലോ അപ്ലൈ ചെയ്യാം. ആംബിയസ് ലോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ സർഫസിൽ ബിയുടെയും ഡി എല്ലിൻ്റെയും ഡയറക്ഷൻ നോക്കണം. ബിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലാണ്. അതുപോലെ എല്ലിൻ്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ബി പാരലൽ എബവ് ഡി എൽ കോസ് 0 എന്ന് വരും. ഓക്കെ, അതുപോലെ ലോവർ സർഫസിൽ എല്ലിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ബിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി പാരലൽ ബിലോ ഡി എൽ കോസ് 180 എന്ന് വരും. പ്ലസ് രണ്ട് സൈഡ് എഡ്ജസ് ഉണ്ട്. എഡ്ജസിൽ എന്ത് വരും? ബി ഡി എൽ കോസ് 90 എന്ന് വരും. കാരണം ബിയുടെ ഡയറക്ഷൻ ഇതാണ്, എല്ലിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ മേലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾ 90, ഇവിടെ ശരിക്കും 270 ആണ് വരുന്നത്. 270 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഐ എൻക്ലോസ്ഡ്, അതായത് ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ K ഈക്വൽ ടു DI ബൈ DL പെർപെൻഡിക്കുലർ. അതായത് ഈ കറണ്ട് ഫ്ലോയുടെ, സർഫസ് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഉള്ള പെർപെൻഡിക്കുലറായി പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ എമൗണ്ടാണ് സർഫസ് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ K എന്ന് പറയുന്നത്. ഓക്കെ,
അതിൽ നമുക്ക് I എന്നുള്ളത് എന്ത് വരും, ഇൻ്റഗ്രൽ കെ ഡി എൽ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് ആണ് L. അപ്പം കെ പുറത്തെടുത്തു, കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ ഡി എൽ പെർപെൻഡിക്കുലർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ലെങ്ത് വരും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് μ0 KL. ഓക്കെ, സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 KL വരും. അപ്പം μ0 KL ഇവിടെ എഴുതും. ഓക്കെ, നൗ cos 90 ആയിട്ടുള്ള കമ്പോണൻസ്, ഈ cos 90 0 ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ പോയി. ഇത് 0, cos 0 എന്ന് പറഞ്ഞാൽ +1 ആണ്, cos 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതൊന്ന് ബി പാരലൽ എബോവ് പുറത്തെടുക്കുക. ബാക്കി ഇൻ്റഗ്രൽ ഡി എൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത്, അപ്പർ ലൂപ്പിൻ്റെ ലെങ്ത്ത് വരും, അത് L ആണ്. മൈനസ് ഈ മൈനസ് ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, ബി പാരലൽ ബിലോ അത് പുറത്തെടുക്കുക, ബാക്കി ഉള്ളത് L എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 KL എന്ന് വരും. ഓക്കെ, μ0 KL. ഈ L ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് വരും, ബി പാരലൽ എബോ മൈനസ് ബി പാരലൽ ബിലോ ഈക്വൽ ടു μ0 K. അപ്പോൾ ഇതുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് മേലത്തെ സർഫസിലും താഴത്തെ സർഫസിലുള്ള വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, അതായത് പാരലൽ കമ്പോണൻറ്റിനെയാണ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്നും പറയുന്നത്. ഓക്കെ, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ ആൻ എമൗണ്ട് μ0 K. ഓക്കെ, അപ്പോൾ ഇതും ഒരു ബൗണ്ടറി കണ്ടീഷനാണ്. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനും കൂടി ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതാം. ആ എഴുതിയിരിക്കുന്നതാണ് ബി എബവ് മൈനസ് ബി ബിലോ ഈക്വൽ ടു μ0 K ക്രോസ് N. ഇങ്ങനെ എഴുതുന്ന സമയത്ത് രണ്ട് കമ്പോണൻറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ കാര്യം, പാരലൽ കമ്പോണൻറ്റിൻ്റെ കാര്യം ഈ ഒരൊറ്റ ഇക്വേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വരുന്നത് നോക്കാം. എങ്ങനെയാണ്, കെ ക്രോസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ ക്രോസ് എൻ, ഇപ്പോൾ കെ വൈ ഡയറക്ഷനിലാണെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, അതായത് മേലോട്ടുള്ള ഒരു വെക്ടറാണ്. ഓക്കെ, Z ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക, മേലേക്കുള്ള ഡയറക്ഷൻ Z ഡയറക്ഷൻ ആണ്. ഇപ്പോൾ കെ എന്നുള്ളത് വൈ ഡയറക്ഷൻ ആണെങ്കിൽ കെ ക്രോസ് എൻ എന്നുള്ളത് എപ്പോഴും എക്സ് ഡയറക്ഷനിലായിരിക്കും, അതായത് സർഫസിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ സർഫസിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ്. അപ്പോൾ പാരലൽ കമ്പോണൻറ്റ് മാത്രമാണ് ഈ വെക്ടർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, അതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാരലൽ കമ്പോണൻറ്റിന് ഈ വെക്ടർ വരും μ0 K, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് μ0 K ആണ്. ഓക്കെ, പക്ഷേ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ രണ്ട് ബൗണ്ടറി കണ്ടീഷനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഇതേ ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ്, എ എബവ് ഈക്വൽ ടു എ ബിലോ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പോണൻറ്റും കണ്ടിന്യൂസ് ആണ്, അതായത് പാരലൽ കമ്പോണൻ്റ് ആയാലും പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയാലും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിന് മേലെയുള്ള വാല്യൂ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സർഫസിന് താഴെയുള്ള മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ വരുന്നത് നോക്കാം. നമുക്കറിയാം കൂളോം ഗേജ് വെച്ചിട്ട് ഡെൽ ഡോട്ട് എ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഡൈവർജൻസ് 0 ആണ്. ഡൈവർജൻസ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഇത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഡിറൈവ് ചെയ്ത അതേ ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ഒക്കെ എഴുതാം. എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എ ഈക്വൽ ടു 0. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതേ ഡെറിവേഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ പെർപെൻഡിക്കുലർ എബവ് ഈക്വൽ ടു എ പെർപെൻഡിക്കുലർ ബിലോ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളൊരു ഇക്വേഷൻ അതിൽ നിന്ന് കിട്ടും. ഇനി പാരലൽ കമ്പോണൻറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? പാരലൽ കമ്പോണൻറ്റ് നമുക്കറിയാം
ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന്ന് ഈ ഡെൽ ക്രോസ് എനെ നമുക്കറിയാം ബി ഡോട്ട് ഡി എ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ത്രൂ ദ ലൂപ്പാണ് അല്ലേ? ബി ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ബിക്ക് പകരം നമ്മൾ ഡെൽ ക്രോസ് എ കൊടുക്കുക. ഡെൽ ക്രോസ് എ കൊടുക്കുമ്പോൾ ഇത് വരും ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റോക്സ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വരും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം ഈ നമ്മളെടുക്കുന്ന ലൂപ്പിൻ്റെ തിക്നെസ് വളരെ ചെറുതാണ്, ഇൻഫിനിറ്റ്സ്മെലി സ്മോൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൂപ്പിൽ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യം അതിന് ആ ഒരു ലൂപ്പിന് ഏരിയ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? എ പാരലൽ എബോവ് ഈക്വൽ ടു എ പാരലൽ ബിലോ എന്ന് വരും. അപ്പോൾ പാരലൽ കമ്പോണൻ്റ് ഓഫ് എ കണ്ടിന്യൂസ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ആണെങ്കിലും അതിൻ്റെ നോർമൽ ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നോർമൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എ എബോവ് ബൈ ഡി എൻ. ഡി എൻ എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ് ഇത്. അപ്പോൾ അതിൻ്റെ എബോവ് ഉള്ള കമ്പോണൻറ്റും ബിലോ ഉള്ള കമ്പോണൻറ്റും തമ്മിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ആ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ -μ0k ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അതൊരു പ്രോബ്ലമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്? അതായത് ഈക്വേഷൻസ് വെരിഫൈ ചെയ്യുക, പ്രൂവ് ഇക്വേഷൻ 5.76 എന്നുള്ള ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഒരു സജഷൻ, ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഗ്രിഫിത്ത് പറയുന്നത് എന്താണ്? ഐ വുഡ് സെറ്റ് അപ്പ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അറ്റ് ദ സർഫേസ് വിത്ത് z പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ആൻഡ് x പാരലൽ ടു ദ കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ x ഡയറക്ഷനായിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് z പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. സോറി, ഞാൻ ഇവിടെ ചെയ്തതിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, പക്ഷേ ദാറ്റ്സ് ഫൈൻ. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ y ഡയറക്ഷനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അതിലൊരു പ്രോബ്ലം ഇല്ല. ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ എടുത്തിരിക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ y ഡയറക്ഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ x ഡയറക്ഷൻ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇതിലുള്ള സ്റ്റെപ്സിൽ കുറച്ച് വേരിയേഷൻ വരുമെന്ന് മാത്രം. ഓക്കെ, നമുക്കറിയാവുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എഴുതാം. ഓക്കെ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എ എബവ് ഈക്വൽ ടു എ ബിലോ അറ്റ് എവറി പോയിൻ്റ് ഓൺ ദ സർഫസ്. സർഫസിൽ മേലെ ആയാലും താഴെ ആയാലും ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്. ആൻഡ് വേരിയേഷൻ ഈസ് ഓൺലി അലോങ് ദ z ആക്സിസ്. വേരിയേഷൻ എവിടെയുള്ളത്? സർഫസിൽ എല്ലാത്തിൻ്റെ വാല്യൂ സെയിം ആണ്, പക്ഷേ ഹൈറ്റ് സർഫസിൻ്റെ മേലോട്ട് പോകുന്തോറുമാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സർഫസിന് മേലോട്ടുള്ള ഡയറക്ഷൻ z ഡയറക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ y ഡയറക്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കെങ്ങനെ എഴുതാം? സർഫസിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? d above by dx ഈക്വൽ ടു dA below by dx. അതായത് മേലെയുള്ള എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അതായത് മേലെയും താഴെയും ഒരേ വാല്യൂ ആണ്. എ അബവ് ഈക്വൽ ടു എ ബിലോ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും സെയിം ആയിരിക്കും. അതുപോലെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ സെയിം ആയിരിക്കും. ഈ ഇൻഫർമേഷൻ വരുന്നത് ഈ ബൗണ്ടറി കണ്ടീഷനിൽ നിന്നാണ്. ഓക്കെ, the discontinuity only in the normal derivative. Normal derivative എന്ന് പറഞ്ഞാൽ along the z direction ആണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്.
ഇസഡ് ഡയറക്ഷൻ കൂടും, അതായത് സർഫസിൽ നിന്ന് മേലോട്ട് പോകുന്തോറും അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരാം. ഓക്കെ, സർഫസിൽ എല്ലാത്തിൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി എബവ് മൈനസ് ബി ബിലോ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേൾ എടുത്താൽ മതി. അപ്പോൾ ഡെൽ ക്രോസ് എ എബവ് മൈനസ് ഡെൽ ക്രോസ് എ ബിലോ. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, എക്സ് വൈ ഇസഡ്, അതായത് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. എയുടെ കമ്പോണൻസ് എഴുതാം, എ എക്സ് എബവ്, എ വൈ എബവ്, എ ഇസഡ് എബവ്. അതുപോലെ തന്നെ ബിലോ എ ബിലോ എന്നുള്ള ഇതിനും നമുക്ക് ഇതുപോലെ എഴുതാം. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് കമ്പോണൻറ്റ്, ഇവിടെ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, ഇവിടെ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, അതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഒരൊറ്റ ബ്രാക്കറ്റിലായിട്ട് എഴുതാം. അതിൽ ഇതുപോലെ വരുന്ന കമ്പോണൻസ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എ എബവ് ബൈ ഡോ എ എബവ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ എ ബിലോ ബൈ ഡോ എക്സ്. ഇതുപോലെ വരുന്ന കമ്പോണൻസ് ബ്രാക്കറ്റിനുള്ളിൽ ഉണ്ടാവും, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് ക്യാപ് ഈക്വൽ ടു ഈ ഒരു ടേം വരും, അതുപോലെ വൈ ക്യാപ് ഇൻറ്റു ഈ ഒരു ടേം. എക്സ് ഡയറക്ഷനിൽ ടേം ഉണ്ടാവും, വൈ ഡയറക്ഷനിൽ ടേം ഉണ്ടാവും, ഇസഡ് ഡയറക്ഷനിൽ ടേം ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ ഇസഡ് കമ്പോണൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ആണ്. ഇവിടെ ഉണ്ട് എക്സും വൈയും ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എബോവ് ഉള്ള കമ്പോണൻറ്റും ബിലോ ഉള്ള കമ്പോണൻറ്റും സെയിം ആണ്. അതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് ബി എബോവ് മൈനസ് ബി ബിലോ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, ബൗണ്ടറി കണ്ടീഷൻസ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ കെ ക്രോസ് എൻ. ഓക്കെ, മ്യൂ സീറോ കെ ക്രോസ് എൻ. അപ്പോൾ ഞാൻ കെ സർഫസ് കറണ്ട് ഡെൻസിറ്റി എടുത്തിരിക്കുന്നത് വൈ ഡയറക്ഷനിലാണ്. ഇത് എൻ്റെ ചോയ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സജഷൻ പ്രകാരം എക്സ് ഡയറക്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എലോങ് വൈ ഡയറക്ഷൻ എടുത്തു. അതുപോലെ എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, അത് ഞാൻ ഇസഡ് ഡയറക്ഷനാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി കെ ക്രോസ് എൻ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ മാഗ്നിറ്റ്യൂഡ് കെ ആണ്. കെ വൈ ക്രോസ് ഇസഡ് എന്ന് വരും. വൈ ക്രോസ് ഇസഡ് കഴിഞ്ഞാൽ എക്സ് ക്യാപ് എന്നുള്ള ഡയറക്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ കെ എക്സ് ക്യാപ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് എക്സ് ഡയറക്ഷനിൽ ഉള്ള കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുക, വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് കമ്പോണൻറ്റ് ഇത് വരും, ഈ ബ്രാക്കറ്റിലുള്ള ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ കെ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് മ്യൂ സീറോ കെ എന്ന് വരും. വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നോർമൽ ഡെറിവേറ്റീവ് എന്ന് പറയാൻ കാര്യം ഇസഡ് ഡയറക്ഷനാണ്. ഓക്കെ, ഇത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഇസഡ് എന്നുള്ളത് നോർമൽ ഡെറിവേറ്റീവ് ആക്കി എഴുതുകയാണെങ്കിൽ നമുക്കറിയാം എൻ എന്നുള്ളത് എന്തായിരുന്നു, എൻ ഈസ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. പക്ഷേ ആ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ സെഡിന് പകരം നമ്മൾ എൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് എഴുതാം. എന്താ ഡി ഡോ എ അബോവ് by dou n minus dou a below by dou n equal to minus mu 0 k. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നോർമൽ ഡെറിവേറ്റീവ് ഓഫ് എ കമ്പോണൻറ്റ് ഓഫ് എ പാരലൽ ടു ദ സർഫസ് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ k suffers a discontinuity minus mu 0 k. ഓക്കെ, അപ്പോൾ കെയ്ക്ക് പാരലൽ ആയിട്ടുള്ള എയുടെ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ബൈ a number minus mu 0 k. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യാം. ഒന്ന്, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആണ്. പാരലൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ a number mu 0 k. ദാറ്റ് ഈസ് ടു ആരെ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. ഇതും ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ ഇക്വേഷനാണ്.
അതുപോലെ എയുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എ അബവ് ഈക്വൽ ടു എ ബിലോ. അതുപോലെ നോർമൽ കമ്പോണൻറ്റ് ഓഫ് magnetic vector potential is discontinuous by n mod minus mu0 k. Okay.